ഹലോ ഗൈസ്, കണ്ണൂർ ട്രക്കർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സൺഡേ ആണ്, നമ്മളൊരു പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പം മാരിയൻ അലബാമയാണ്. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ലൊക്കേഷനാണ്. അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏകദേശം 14-15 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പം നമ്മൾ ഇന്നൊരു 8-10 മണിക്കൂർ ഓടുന്നു, എവിടെയെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യുന്നു, എന്നിട്ട് നാളെ രാവിലെ ബാക്കി ഓടുകയാണ് ചെയ്യുന്നത്. നാളെ രാവിലെ 8 മണിക്കാണ് ഡെലിവറി. ഇപ്പം നാളെ കാനഡയിൽ പബ്ലിക് ഹോളിഡേ ആണ്, പക്ഷേ US ലീവ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കൊണ്ടാകുന്ന ലോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഉപ്പാണ്. അപ്പം ഉപ്പ് നല്ല വെയിറ്റ് ഉള്ള ലോഡായതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ആദ്യം പോയി വെയിറ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വന്ന് കമ്പനി ഇൻസ്പെക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കമ്പനിയിൽ നിന്ന് ട്രെയിലറൊക്കെ സ്വിച്ച് ചെയ്തു, മീൻസ് ട്രെയിലർ ഹുക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമുക്ക് ഇവിടുത്തെ വിൻസറിലെ ഹസ്കിയിലോട്ട് പോവാം. അവിടെ നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ ബോർഡർ. അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 3 മണിക്കൂർ ഓടിച്ചു. 3.5 മണിക്കൂറിൻ്റെ അടുത്ത് ഓടിച്ചു. നമ്മളിപ്പം ഡേറ്റോണ സിൻസിനാട്ടിയിലോട്ട് കയറാൻ പോവാണ്. I-75 ഹൈവേയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു റെസ്റ്റ് ഏരിയ നിർത്തിയാണ്, ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി. ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി. ഇനിയിപ്പോൾ നമുക്കൊന്ന് ട്രക്കൊന്ന് മൊത്തത്തിൽ ഇൻസ്പെക്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. നമ്മളെപ്പോഴും അതിൻ്റെ ട്രെയിലറിൻ്റെ ലോക്ക് ഇതാണെന്ന് കൺഫേം ചെയ്യണം, ലോക്കാണെന്ന് കൺഫേം ചെയ്യണം. പിന്നെ ഒരു പുതിയൊരു സാധനം കാണിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രക്കുകളും എയർ സസ്പെൻഷനാണ് വരുന്നത്. ട്രക്കല്ല, ട്രെയിലറിൻ്റെ എയർ സസ്പെൻഷനാണ് വരുന്നത്. പക്ഷേ ഏതോ കുറച്ച് ട്രക്കുകൾ മാത്രമേ ഉള്ളൂ ലീഫ് സസ്പെൻഷനുള്ള ട്രെയിലറുകൾ. അപ്പം അതിലൊന്നാണ് ഇത്. സാധാരണ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ട്രെയിലറിന് എയറിൻ്റെ ബാഗ് ഇങ്ങനെ നിറയുന്നതും താഴുന്നതൊക്കെ. പക്ഷേ ഇതിന് എയർ ബാഗും കാര്യങ്ങളൊന്നുമില്ല, മൊത്തം ലീഫാണ് വരുന്നത്. അപ്പോൾ സാധാരണ ഈ ഭാഗത്തായിട്ട് എയർ ബാഗ് വരുന്നതാണ്, 4 എയർ ബാഗ്, ഒന്നിവിടെ 2 പുറകിലൊക്കെ ആയിട്ട്. പക്ഷേ ഇതിന് എയർ ബാഗ് ഒന്നുമില്ല, എല്ലാം ലീഫാണ് വരുന്നത്. അത് എയറിൻ്റെ ചേമ്പർ, നമ്മുടെ ബ്രേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന എയറിന് വേണ്ടിയുള്ള ചേമ്പറാണ്. അപ്പോൾ അതാണ് ഓൾമോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സീലും കൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. എന്നിട്ട് സിൻസിനാട്ടി ക്രോസ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ബ്രേക്ക് എടുക്കണം. അങ്ങനെ നമ്മൾ സീലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്. നമ്മളൊരു 5 മിനിറ്റ് അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വിടാം. എന്തായാലും അരമണിക്കൂർ ബ്രേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണം.
ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കെൻഡക്കി കയറി നമ്മൾ അവിടുത്തെ ഒരു ട്രക്ക് ഹെവനിൽ നിർത്തിയാണ്. അപ്പോൾ ട്രക്ക് ഹെവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ ഹൈവേകളിലുണ്ടാകുന്ന വെയിറ്റ് സ്റ്റേഷനും പ്ലസ് അതിൻ്റെ കൂടത്തെ റെസ്റ്റ് ഏരിയയും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് നമ്മൾ ട്രക്ക് ഹെവൻ എന്ന് പറയുന്നത്. അത് മിക്കവാറും അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കെൻഡക്കി സ്റ്റേറ്റിലാണുള്ളത്, US. അപ്പം അവിടെയാണ് വെയിറ്റ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത് ഫുള്ള് ട്രക്കിൻ്റെ പാർക്കിംഗ് ആണ് വരുന്നത്. ഇന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് അധികം ട്രക്കുകളൊന്നുമില്ല. ഇത് മൊത്തം ട്രക്ക് പാർക്കിംഗ് ആണ്. അവിടെ ഒരു ട്രക്ക് നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ട്രക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാറിനൊന്നും അലൗഡ് അല്ല. അതവിടെ ക്ലീൻ ചെയ്യുന്ന ആളുടെ കാറാണ്, അതുകൊണ്ടാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കും കാണിയല്ല. രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് അടുപ്പിച്ചിടാനുള്ള പാർക്കിങ്ങൊക്കെ കിട്ടും എന്തായാലും. അപ്പം നല്ല സ്ഥലമാണ്. എനിക്കും രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കാൻ നല്ല താല്പര്യമാണ്. കാരണം ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാരണം ആകെ 4 ബാത്റൂമേ ഉള്ളൂ. പക്ഷേ അത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും തന്നെ ഒരാളെ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അത് ക്ലീൻ ആയിരിക്കും. നമ്മൾ കാറിൽ പോകുന്നവരാരും ഇവിടെ കയറാത്തതുകൊണ്ട് അത്ര റഷും ഉണ്ടാവുകയില്ല. അപ്പം ഇതാണ് ട്രക്ക് ഹെവൻ. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് അരമണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ വണ്ടി എടുത്ത് വിടാം. നമുക്ക് മാക്സിമം എത്ര നേരത്തെ എത്താൻ പറ്റുന്നോ അത്രയും നേരത്തെ നമുക്ക് പോയിട്ട് ഷട്ട് ഡൗൺ ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് രാവിലെ വലിയ തിരക്ക് കൂടാണ്ട് നമുക്ക് ഓടി 8 മണിക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നോക്കി നമുക്ക് ടെന്നസി വെൽക്കം സെൻറ്ററിൽ നമുക്ക് നിർത്തി ഒന്നും കൂടെ ഒന്ന് വാഷ്റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. പിന്നെ നമ്മൾ എവിടെയും നിർത്തേണ്ട ആവശ്യമില്ല. അടുത്തത് പിന്നെ നമ്മൾ നിർത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പൈലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് പുതിയൊരു ട്രക്ക് സ്റ്റോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. സാധാരണ ഞാൻ അലബാമയിൽ പോകുമ്പോൾ അലബാമ വെൽക്കം സെൻറ്ററിലായിരുന്നു കിടക്കൽ. പക്ഷേ അത് ഏകദേശം 1 വർഷമായിട്ട് അത് റിനോവേഷനിലാണ്, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിന് മുമ്പ് ഏതെങ്കിലും ഒരു പൈലറ്റ് വല്ലതും കിടക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കടന്ന റെസ്റ്റ് ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങ് പോന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തി. അത് കഴിഞ്ഞ് നമ്മളിപ്പം നാഷ്വിൽ സിറ്റിക്കകത്തേക്ക് കയറി. സിറ്റിക്കുള്ളിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ സൈഡിലെല്ലാം നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, നല്ല വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. യൂഷ്വലി ഇവിടെ ഭയങ്കര തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന പീക്ക് ടൈമിലും കൂടെ അല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല സുഖമായിട്ട് നമുക്ക് കയറി പോരാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് 65 ഹൈവേയിലോട്ട് കയറും. പിന്നെ നമ്മൾ നേരെ 65 തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്.
ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ ദിവസത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പം ഏകദേശം ഒരു I-65 ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടിയായിരുന്നു. നാഷ്വില്ലിൽ നിന്ന് 65 കയറിയിട്ട്, അല്ല, നമ്മൾ ലൂയിസ്വില്ലിൽ നിന്ന് തന്നെ 65 കയറിയത്. പക്ഷേ നമ്മൾ നാഷ്വില്ല് ക്രോസ് ചെയ്തിട്ട് ആ 65 കയറിയിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി. അപ്പോൾ നമ്മളൊരു ഇവിടെ അടുത്തൊരു പൈലറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ പൈലറ്റിൽ ആകെ 10 പാർക്കിംഗ് ആണ്ടേ ഉള്ളൂ. അതൊക്കെ ഓൾറെഡി ഞാൻ വന്നപ്പോഴത്തെ ഫുള്ളായി. എൻ്റെ അപ്പുറത്തൊരു ഷെല്ലുണ്ടായിരുന്നു, അതും ഫുള്ളായി. അപ്പം അതിൻ്റെ ഇപ്പുറത്ത് പണ്ട് ഒരു എക്സോൺ എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ആ ട്രക്ക് സ്റ്റോപ്പ് റിനോവേഷനിലായിരുന്നു. അപ്പം കുറേ കാലമായി അത് റിനോവേഷന് ഇട്ടിട്ട്. പക്ഷേ അത് ഇപ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1-2 മാസമായി ഇത് റീഓപ്പൺ ആയിട്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് റീഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെന്തായാലും ഉപകാരമായി. കാരണം ഈ പരിസരത്തൊന്നും അധികം വേറെ ട്രക്ക് സ്റ്റോപ്പില്ല. അപ്പം നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടു. പാർക്കിങ് കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ്, എങ്കിലും വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ട്രക്ക് സ്റ്റോപ്പ്, അത്യാവശ്യം ബാത്റൂമും കാര്യങ്ങളും ഷവറും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നല്ല സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. ഒരു കിഡ്സ് വില്ല് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നത് നമ്മുടെ പിള്ളേരെ നോക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. അതും ഇതിൻ്റെ യാർഡിൽ തന്നെയുണ്ട്. അപ്പം അതാണ് ആ കാണുന്നത്. അപ്പം ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുള്ള പാർക്കിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തൊക്കെ നമ്മുടെ ട്രക്ക്, നമ്മുടെ എല്ലാം ഇപ്പുറത്തൊക്കെ വേറെ ട്രക്കുകൾ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇവിടെ തന്നെ കൊണ്ടായിട്ട് ഇവിടെ ഒരു പഴയ ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടി എന്തോ ഒരു ഡെക്കറേഷന് വേണ്ടിയായിട്ട്, ഡെക്കറേഷനല്ല, ഒരു ഡെമോ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കിൻഡർ ഗാർഡൻ്റെ ഫോട്ടോ പരസ്യമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലേ പഴയ അതേ വണ്ടി. അപ്പോൾ അതേപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ, അപ്പം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കുറച്ച് സ്ലോപ്പായിട്ടാണ് ഉള്ളത്. ഞാൻ ആദ്യം വിചാരിച്ച അവിടെ കൊണ്ടുപോയിട്ടാലോ എന്ന്, പക്ഷേ അവിടെ ടാർ ഇട്ടിട്ടില്ല. അപ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും. വണ്ടി മൊത്തം പൊടിയാവുള്ളൂ. വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടാം. പിന്നെ ഞാൻ ഇവിടെ അങ്ങ് ഇട്ടു. ഒന്ന് കട്ടിലേക്ക് കടന്നു നോക്കട്ടെ, നമ്മൾ ഊർന്ന് രാത്രി ഇങ്ങോട്ട് വീഴാൻ പാടില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ടൊരു തലവേദനയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും പിടിക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഒരു മൊത്തത്തിൽ ഒരു വിമ്മിഷ്ടം. അപ്പം നമുക്കെന്തായാലും ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിടക്കാൻ നോക്കാം. നാളെ ഇനി നമ്മൾ ഇവിടുത്തെ സമയം ഒരു 5 മണി 5:15 ആയപ്പോൾ നിർത്തി. അപ്പം നാളെ 3:15 ടൈമർ റീസെറ്റ് ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എണീറ്റ് പോവുകയും ചെയ്യാം. പോകുന്ന വഴിക്ക് നമുക്ക് എണ്ണ അടിക്കണം. കാരണം നമ്മുടെ ഹെവി ലോഡായതുകൊണ്ട് എണ്ണ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് എണ്ണ അടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പം ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി എന്നാൽ നമുക്ക് നാളെ രാവിലെ കാണാം. ഇതാണ് പുതിയ ട്രക്ക് സ്റ്റോപ്പിൻ്റെ പുതിയ റിനോവേറ്റ് ചെയ്ത ബിൽഡിങ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. രാത്രിയാണെങ്കിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്, മുമ്പിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെ ഇങ്ങനെ ഇട്ട്, ഡ്രൈവേഴ്സിന് വേണ്ടി ചെറിയൊരു ഇരിക്കാനുള്ള ഓപ്പൺ ഏരിയ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അകത്ത് റെസ്റ്റോറൻറ്റും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് ഫുഡ് മേടിച്ച് ഇവിടെ വന്ന് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. ഈ ട്രക്ക് സ്റ്റോപ്പിൽ ഒരു റെസ്റ്റോറൻറ്റ് കൂടാണ്ട് തന്നെ 2 ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഒന്ന് ബർഗറിന് വേണ്ടിയൊക്കെ ഉള്ളത്, ഒന്ന് ഐസ്ക്രീം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഇതാണ് മെൻസ് ബാത്റൂം. ഇതും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് നീറ്റും ആക്കി വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അധികം അങ്ങനെ വൃത്തികേടായിട്ടില്ല. അതും എല്ലാം നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡും ഉള്ള രീതിയിലാണ് ഈവൻ വാഷ്റൂം തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം മോർണിംഗ് ആണ്. നമ്മുടെ വീക്കിൻ്റെ 2ാമത്തെ ദിവസമാണ്.
അപ്പോൾ നമ്മൾ രാവിലെ ഒരു 2:45 തന്നെ എണീറ്റു. ഇവിടുത്തെ സമയം എന്നിട്ടൊരു 3:45 എല്ലാം ഫ്രഷായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 3 മണിക്കൂർ സമയമാണുള്ളത് ഡെലിവറി ലൊക്കേഷനിലോട്ട്. അപ്പോൾ നമുക്ക് 8 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് എണ്ണ അടിക്കണം. കാരണം നമുക്ക് പിക്കപ്പ് എവിടെ നിന്നാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ചിലപ്പോൾ ഉള്ളിക്കൂടെയുള്ള വഴിയൊക്കെ ആണെങ്കിൽ അവിടെ ലൗസ് ഒന്നും കാണാൻ സാധ്യതയില്ല. പിന്നെ ഇത്രയും ഹെവി ലോഡായതുകൊണ്ട് നന്നായിട്ട് എണ്ണയും കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു ലൗസ് ഉണ്ട്. ആ ലൗസിൽ കയറി എണ്ണ അടിച്ച് ചായയും മേടിച്ചിട്ട് അങ്ങ് പോകാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു 15 മിനിറ്റും കൂടെ എക്സ്ട്രാ എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 3:45 ആയതേ ഉള്ളൂ. അപ്പം നമ്മൾ 15 മിനിറ്റ് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കറക്റ്റാണ്. ഒരു 1.25 മണിക്കൂർ നമ്മൾ ബഫർ ടൈം ഇട്ടിട്ടാണ് പോകുന്നത്. അതാകുമ്പോൾ ഒരു 7 മണി 7:15 ആകുമ്പോൾ അവിടെ എത്തുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് ധൈര്യമായിട്ട് അവിടെ എത്താൻ പറ്റും 8 മണിക്ക് മുമ്പ്. 8 മണിക്ക് അപ്പോയിൻമെൻറ്റിന് മുമ്പ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സമയം 7:45 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. അപ്പം ഇതിൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് പുറകിലാണ് ഡോക്ക് വരുന്നത്. അപ്പോൾ അവിടെ അധികം സ്ഥലമില്ല. അപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. എന്നിട്ട് അവരാണ് പുറകോട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോയി അവിടെ ചെക്ക് ഇൻ ചെയ്യാം. കാരണം ഇവിടുന്ന് അധികം അങ്ങോട്ട് വണ്ടികൾക്ക് പോകാനും വരാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ മുമ്പിലൊരു പാർക്കിംഗ് വരുന്നുണ്ട്. പാർക്കിംഗ് അല്ല, ഒരു ചെറിയ റൗണ്ട് അബൌട്ട് പോലെ. അപ്പോൾ നമ്മളിങ്ങനെ കറക്കി കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ ആദ്യം ഓഫീസിൽ പോവുക, ചെക്ക് ഇൻ ചെയ്യുക. എന്നിട്ട് അവർ പുറകിലോട്ട് ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറകിൽ പോവുക. അവരപ്പോൾ സീല് കട്ട് ചെയ്യും. അവരെ തന്നെ സീല് കട്ട് ചെയ്യണം. കാരണം സീല് കട്ട് ചെയ്തിട്ടുള്ള സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സാധനം റിജക്റ്റാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഇപ്പോൾ ഓൾറെഡി വണ്ടികളുണ്ടെന്ന് ഡോക്കിൽ. ആകെ 2-3 ഡോക്കേ ഉള്ളൂ. അതിനകത്ത് 2 എണ്ണം പാർക്കിംഗ് ഉള്ളൂ. അപ്പം ഈ ട്രക്കുകാരൻ നമ്മൾക്ക് മുമ്പ് വന്നതാണ്. പക്ഷേ അവൻ ആദ്യമായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. നമ്മളെ ഓവർടേക്ക് ചെയ്ത് വന്നതാണ്. പക്ഷെ അവൻ ആദ്യമായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അവൻ നേരെ ആദ്യം പുറകോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് പറഞ്ഞു വിട്ട്. എന്നിട്ട് അവൻ ഇവിടെ വന്നിട്ട് ഇപ്പം ചെക്ക് ഇൻ ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ ഒരു ട്രക്ക് അൺലോഡ് ചെയ്തിട്ട് പുറത്ത് വരുന്ന സമയത്ത് നമ്മളോട് പുറകോട്ട് പോയിക്കോളാൻ. അപ്പോൾ അവൻ ആദ്യം ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് അവൻ ആദ്യം പുറകോട്ട് പോകും. അവൻ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ട്രക്ക് വരുമ്പോഴത്തേനും നമുക്ക് പുറകോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സീല് കട്ട് ചെയ്യാൻ പാടില്ല, അവർ വന്നിട്ടേ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ 8 മണി അപ്പോയിൻമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യണം അവരിറങ്ങുന്ന വരെ. എന്തായാലും നോക്കാം. നമുക്ക് അടുത്ത റിട്ടേൺ ട്രിപ്പ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ പയ്യെ വണ്ടി അനക്കി നമ്മൾ കൊണ്ടുപോവുകയാണ്. ചെറിയ വഴിയാണ്, ഒറ്റ വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. നല്ല മരത്തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇപ്പോൾ അതിനേക്കാളും പ്രശ്നമായി. ഇവിടെ ആണെങ്കിൽ തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും. അവിടെ 2 ഡോക്കുണ്ട്. അതിൻ്റെ 2ൻ്റെ അകത്തും ഓൾറെഡി വണ്ടികളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഡോക്ക് വർക്കാവുന്നുമില്ല.
അപ്പം ഓൾറെഡി നമ്മുടെ ഒരു ട്രക്കുകാരൻ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്ത് ഇവിടെ വെയിറ്റും ചെയ്തിരിപ്പുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം, എന്നിട്ട് വേണം നമുക്ക് വണ്ടി അയാൾ അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അൺലോഡ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും സമയമെടുക്കും. അപ്പോൾ മിക്കവാറും ഈ പുള്ളിക്കാരനായിരിക്കും നമ്മുടെ കൊമാറ്റ്സുവിൻ്റെ ലോഡ് എടുക്കാൻ പോകുന്നത്. സാധാരണ ഇവിടുന്ന് പിക്കപ്പ് ഇവിടെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊമാറ്റ്സുവിന് ഒരു പിക്കപ്പ് ഉണ്ടാകുന്നതാണ് ഇന്ന് വൈകുന്നേരത്തെ. അപ്പം ഇന്നത്തെ കൊമാറ്റ്സുവിൻ്റെ പിക്കപ്പ് മിക്കവാറും ഇയാളായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നേരെ പോയി അവരോട് കാര്യങ്ങളൊക്കെ ഇതാക്കി സീൽ വന്ന് കട്ട് ചെയ്യുന്ന കാര്യം നോക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ നീണ്ട 2 മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ അൺലോഡിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറുണ്ട് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മുമ്പേ വന്ന ഡ്രൈവർ ഓൾറെഡി പോയി, അങ്ങേരെ മിക്കവാറും കൊമാറ്റ്സുവിലോട്ടായിരിക്കും പോയത്. എന്തായാലും നമുക്ക് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാം. അവിടെ ഇനി എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഓടി പിക്കപ്പ് ലൊക്കേഷനിലെത്തി. ഇത് അത്യാവശ്യം നല്ല വലിയ വെയർ ഹൗസ് ആണ്. നമ്മുടെ പിക്കപ്പ് എന്ന് പറയുന്നത് 1 മണിക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 12 മണിയായി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു സെക്യൂരിറ്റീൻ്റെ അടുത്ത്. സെക്യൂരിറ്റി അപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അകത്ത് പോയി നമ്മളെ ഈ മഞ്ഞ ട്രക്ക് കാണുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഷിപ്പിംഗ് റിസീവിങ്ങിൻ്റെ ബോർഡുണ്ട്, അതിൻ്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് അകത്ത് പോയി ഷിപ്പിംഗ് ഓഫീസിൽ പോയി നമ്മൾ നമ്മുടെ പിക്കപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം. അവർ പറയും ഏത് ഡോക്കിലിടണം, ആ ഡോക്കിലിടുക എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ റിവ്യൂസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് ഭയങ്കരമായിട്ട് സമയം എടുക്കുമെന്നൊക്കെയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഷിപ്പിംഗ് ഓഫീസിൽ പോയി ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ അപ്പോയിൻമെൻറ്റ് 1 മണിക്കാണ് ഇനി. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അതോ ഇനി വലിയ പണിയാണോ എന്നും അറിയത്തില്ല. നമ്മൾ അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർ നമ്പർ എഴുതിയെടുത്തു, നമ്മുടെ ഫോൺ നമ്പർ. അവരെ വിളിച്ച് കഴിയുമ്പം വന്നാൽ മതിയെന്ന്, മീൻസ് അവർ ലോഡ് റെഡി ആയി കഴിയുമ്പോൾ വിളിക്കാമെന്ന്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഞാനാണെങ്കിൽ ഈ കമ്പനിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് പേര് പോസിറ്റീവ് റിവ്യൂയും പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് നെഗറ്റീവ് റിവ്യൂയും പറഞ്ഞിട്ടുണ്ട്. 7-8 മണിക്കൂറും വെയിറ്റിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താണെന്ന് അറിയില്ല. ഒരു പെട്ടെന്ന് തന്നെ വിളിച്ചാൽ മതിയായിരുന്നു. ഡോക്യുമെൻ്റ് പെട്ടെന്ന് തന്നെ ലോഡ് ചെയ്ത് തന്നിരുന്നെങ്കിൽ നമുക്കങ്ങ് പോയേക്കായിരുന്നു. അതാണ്. ഇല്ലെങ്കിൽ ഇപ്പം നാളെ എന്തായാലും കമ്പനി എത്തൂല. നമുക്ക് എന്തായാലും നോക്കാം. പെട്ടെന്ന് തന്നെ അവർ ലോഡ് ചെയ്ത് തന്നാൽ മതിയായിരുന്നു. എനിവേ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ചെറിയ പണി വലിയ പണി ആവാണ്ടിരുന്നാൽ മതി. ഹലോ ഗൈസ്, അപ്പം ഏകദേശം ഒരു 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ഫോൺ വിളിച്ചു. അവർ ഡോക്ക് നമ്പർ 13 പറഞ്ഞു. അപ്പോൾ നമ്മൾ 13 അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ലോഡ് ചെയ്യുന്നവർ എല്ലാവരും ആദ്യം ട്രെയിലർ മറ്റേ ഡോക്കിലിടണം. ഇതേപോലെ എന്നിട്ട് നമ്മൾ വീൽ ചോക്ക് ഇടണം. നമ്മൾ വീൽ ചോക്ക് ഓൾറെഡി ഇട്ടു. വണ്ടി കറക്റ്റായിട്ട് ലെവലായിട്ടാണ് ഡോക്കിൽ കിടക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളോട് വണ്ടി എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. എന്നുവെച്ചാൽ ട്രെയിലറിൽ നിന്ന് ട്രക്ക് ഡിറ്റാച്ച് ചെയ്തിട്ട് അതിന് മുമ്പിൽ തന്നെ കടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുമ്പിലോട്ട് തന്നെ വെച്ചു. ഇനിയിപ്പം അവർ ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമയം ഓൾമോസ്റ്റ് തീരാനായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തന്നെ കിടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരോട് ചോദിച്ചു നോക്കാം. ഇനി ഇവിടെ ലോഡിങ്ങിന് അധിക സമയം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അകത്ത് തന്നെ അവരോട് ചോദിക്കുകയും ചെയ്യാം, ഇവിടെ ഓവർനൈറ്റ് പാർക്കിംഗ് ചെയ്യാമോ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അകത്ത് ബാത്റൂമും സൗകര്യമൊക്കെ ഉണ്ട്. ഒരേ ഒരു പ്രശ്നം, രാത്രിയിൽ ഗേറ്റ് ഓപ്പൺ ആണോ അല്ലയോ എന്ന് അറിയണം. കാരണം നമുക്ക് ഇപ്പോൾ ടൈം ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ടൈം റീസെറ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണ്ടല്ലേ. എനിവേ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ അകത്ത് പോയി ചോദിച്ചിട്ട് വരട്ടെ. ഹലോ ഗായ്സ്, അപ്പം നീണ്ട ഒരു 4-4.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം
നമുക്ക് ലോഡ് കിട്ടി, പേപ്പർ വർക്കൊക്കെ കിട്ടി. അപ്പം നമുക്ക് പേപ്പർ വർക്ക് ഞാൻ ഓൾറെഡി കമ്പനിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കസ്റ്റം ഇൻവോയ്സ് നമുക്ക് ഗേറ്റിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് പിന്നെ അയച്ചു കൊടുക്കണം. അപ്പം വെയിറ്റിങ്ങിന് എന്തായാലും നമുക്കൊരു 3-4 മണിക്കൂറത്തെ പൈസ കിട്ടും. പിന്നെ നമുക്ക് ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രൈവിംഗ് ടൈമൊക്കെ തീർന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് സ്പ്ലിറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ലീപ്പർ ബർത്ത് സ്പ്ലിറ്റായിട്ട് എടുക്കാം. 2 മണിക്കൂർ നമ്മൾ ഓഫ് ഡ്യൂട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൈം റീസെറ്റ് ആവും. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള പിന്നെ അടുത്ത 8 മണിക്കൂർ എടുത്താൽ മതി. നമുക്ക് ഉള്ള സമയം കൊണ്ട് നമ്മൾ ഓടി എവിടെയെങ്കിലും എത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ 8 മണിക്കൂർ നമ്മൾ സ്ലീപ്പറായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി നമ്മുടെ 2 മണിക്കൂർ ഓഫ് ഡ്യൂട്ടി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം നമുക്ക് ഇവിടെ വന്നപ്പോൾ ഉള്ള സമയം തന്നെ നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഓടി നമ്മൾ ഇന്നലെ കടന്ന ആ ട്രക്ക് സ്റ്റോപ്പിൽ തന്നെ പോയി കിടക്കാം. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ നമുക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഇന്നത്തെ പ്ലാൻ പ്രകാരം നമ്മൾ ഇന്നലെ കടന്ന ആ ട്രക്ക് സ്റ്റോപ്പിൽ തന്നെ പോയി കിടക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് ഒരു ലൗസിൽ ഒരു പൈലറ്റിലൊക്കെ കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഫുള്ള്, അടുപ്പിച്ചിടാനുള്ള സ്ഥലത്ത് എല്ലാം ഫുള്ള്. അപ്പോൾ ഞാൻ നമ്മുടെ ട്രക്കേഴ്സ് പാത്തിൽ നമ്മൾ ഇന്നലെ കടന്ന ട്രക്ക് സ്റ്റോപ്പ് നോക്കി കഴിഞ്ഞപ്പം അതും ഫുള്ളാണെന്നാണ് കാണിക്കുന്ന ഒരു 3/4 മണിക്കൂർ മുമ്പേ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അടുപ്പിച്ചിടാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അത് ലക്ഷ്യമാക്കി ഞാൻ പിന്നെ പോന്നു. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ ഓരോരോ ട്രക്ക് സ്റ്റോപ്പുകൾ ഇങ്ങനെ കയറി നോക്കുമായിരുന്നു. ട്രക്ക് സ്റ്റോപ്പല്ല, നമ്മുടെ ടെന്നസി സ്റ്റേറ്റിലോട്ട് കയറിയപ്പോൾ തന്നെ ടെന്നസി വെൽക്കം സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ കയറി നോക്കി. അപ്പോൾ അവിടെ ട്രക്ക് മറ്റേ കള്ളികളൊക്കെ ഫുള്ളാണ്. അതിൻ്റെ പുറകിലൊക്കെ വണ്ടി ഉണ്ടായി പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും നമ്മൾ കടന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്, അതിനേക്കാൾ ഒരു 15 മിനിറ്റ് മുമ്പേ. അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ കടന്നിട്ടില്ല. എന്നാൽ പിന്നെ ഒന്ന് ഇവിടെ കയറി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഭാഗത്ത് ട്രക്ക് സ്റ്റോപ്പുകളുടെ എണ്ണം കുറച്ച് കുറവായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഫുള്ളാവും. അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കിയേക്കാമെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ട്രക്ക് സ്റ്റോപ്പാണ്. അപ്പോൾ ഏറ്റവും പുറകിൽ അത്യാവശ്യം കുറച്ച് പാർക്കിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ട്രക്ക് സ്റ്റോപ്പ്. കുറച്ച് മുമ്പിൽ കുറച്ച് പാർക്കിങ്, പുറകിൽ കുറച്ച് പാർക്കിങ്. അപ്പോൾ പുറകിൽ കള്ളിയും കാര്യമൊന്നുമില്ല, പുറകിലൊരു മൂലയ്ക്ക് കുറച്ച് കള്ളിയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പുറത്ത് കുറച്ച് വണ്ടികൾ ആ കള്ളികളുടെ ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പം നമ്മൾ ഇവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നത്. നോക്കട്ടെ, രാവിലെ സമയമുണ്ടെങ്കിൽ ഞാൻ ഡ്രോൺ ഒന്ന് പറത്തി ഇതിൻ്റെ മൊത്തത്തിലുള്ള വിഷ്വലൊന്ന് എടുക്കാമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടിച്ചും വിട്ട് പോകാം. ഇപ്പം നാളെയും എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ 3 സിറ്റി, മെയിനായിട്ടുള്ള സിറ്റി ക്രോസ് ചെയ്യണം. എന്ന് വെച്ചാൽ നാഷ്വില്ല്, അവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ രണ്ടാമത്തത് ലൂയിസ്വില്ല്, അത് വലിയ കുഴപ്പമുണ്ടായിരിക്കാൻ സാധ്യതയില്ല, എന്നാലും പറയാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തത് സിൻസിനാട്ടി. അപ്പം ഇവിടെയൊക്കെ എത്തുന്ന സമയം പോലെ ഇരിക്കും തിരക്കിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് 3 ക്രോസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, മൊത്തം പള്ളിയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈറ്റ് പിടിച്ച് ഓടിക്കഴിഞ്ഞാലേ ബോർഡർ വരെയെങ്കിലും എത്തുള്ളൂ. അതെനിക്ക് തോന്നുന്നില്ല. കാരണം ആ സിൻസിനാട്ടി ഭാഗത്ത് കുറച്ച് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സിൻസിനാട്ടി അല്ല, ലൂയിസ്വില്ല്. അപ്പം എന്തായാലും നമ്മൾ ആ കറക്റ്റ് സമയത്ത് എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പം നാളെ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I-75 135 എക്സിറ്റിൽ നമ്മൾ പണ്ട് എപ്പോഴും കിടക്കുന്ന ഒരു പൈലറ്റും ഫ്ലൈയിങ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ റോഡിൻ്റെ ഇപ്പുറത്ത് വലിയൊരു ഫ്ലൈയിങ്, റോഡിൻ്റെ അപ്പുറത്ത് വലിയൊരു പൈലറ്റ്. നല്ല സുഖമാണ്. എവിടെയാണെങ്കിലും ഏത് പാതിരാത്രി പോയാലും അവിടെ പാർക്കിംഗ് കിട്ടും. അപ്പോൾ അവിടെ പോയി കിടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് മറ്റന്നാൾ രാവിലെയാണ് ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരിട്ട് അങ്ങ് കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം. നാളെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് യാർഡ് ഇടാൻ പറയും.
മറ്റന്നാളാണെങ്കിൽ നമ്മളിവിടെ നേരിട്ട് ഡെലിവറി ചെയ്യാൻ പറയും. അത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കമ്പനിയിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇത് വരുന്നത്. അതിന് വേണ്ടി വേറെ ഡീവിയേഷൻ എടുത്ത് അധികം അങ്ങോട്ട് ഉള്ളിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ഹോട്ടലെല്ലാം കഴിഞ്ഞു. ഇതാണ് കുഴപ്പം. ഈ സിംഗിളായിട്ട് പോയി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് രാത്രി പാർക്കിംഗ് കണ്ടുപിടിക്കാൻ പാടാണ്. ഇപ്പം നമ്മൾ ഡബിളായിട്ട് പോവുകയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ സൈഡിൽ അടുപ്പിച്ച് നിർത്തി 15 മിനിറ്റ് ഇൻസ്പെക്ഷൻ ഇട്ടിട്ട് അടുത്തയാൾക്ക് കയറി പോകാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈവൻ നമ്മൾ രാവിലെ എത്ര മണിക്കായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ 2:45 ആയപ്പോഴെങ്ങാണ്ട് എണീറ്റ് 3:45 ആയപ്പോഴത്തെ നമ്മൾ 3:30 ആയപ്പോഴത്തെ ടൈം 3:30 ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിർത്തിയപ്പോഴത്തേനും രാത്രി ഇവിടുത്തെ 7 മണിയല്ലോ 8:15. അപ്പം നമ്മൾക്ക് അവിടെ സമയം പോയതുകൊണ്ടാണ് പ്രശ്നമായത്. ഇല്ലാതെങ്കിൽ നമുക്ക് സുഖമായിട്ട് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് പാർക്കിംഗ് കിട്ടിയാൽ സുഖമായിട്ട് കടന്ന് നാളെ എവിടെയെങ്കിലുമൊക്കെ എത്താനുള്ള വഴി നോക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പമില്ല, ഇതും വലിയ കുഴപ്പമില്ലാത്ത ട്രക്ക് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അകത്ത് പോയി നോക്കണം. ആദ്യം ഒന്ന് നമ്മളൊന്ന് കർട്ടനൊക്കെ ഇട്ട് ഒന്ന് സെറ്റായതിന് ശേഷം ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി നാളെ രാവിലെ കാണാം.